إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം പ്രാർത്ഥന നടത്തുമ്പോൾ ദുആ നടത്തുമ്പോഴുള്ള ചില മര്യാദകളെ സംബന്ധിച്ചും അതിന്റെ ചില രൂപങ്ങളെ സംബന്ധിച്ചുമൊക്കെയാണ് നമ്മൾ പറഞ്ഞു വന്നത്. വിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ 13 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അടുത്തൊരു കാര്യം ഇൽഹാറുദ്ദാഇ അശ്ശക്വ ഇലല്ലാഹ് വൽ ഇഫ്തിഖാറ ഇലൈഹി. അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന വ്യക്തി അവന്റെ പ്രയാസങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ വെളിവാക്കണം. അവന്റെ ആവലാദികൾ, അവന്റെ പരാതികൾ അല്ലാഹുവിന്റെ മുമ്പിൽ വെളിവാക്കണം. ഞാൻ അല്ലാഹുവിലേക്ക് ആവശ്യക്കാരനാണ്, അല്ലാഹുവേ എനിക്ക് നിന്റെ ആവശ്യമുണ്ട്, ഞാൻ നിന്നിലേക്ക് ഫഖീറാണ് എന്നുള്ള കാര്യം വെളിവാക്കണം, വ്യക്തമാക്കണം എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ പ്രവാചകന്മാരുടെ പ്രാർത്ഥന പരിശോധിച്ചു കഴിഞ്ഞാൽ വിശുദ്ധ ഖുർആൻ വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ പല പ്രവാചകന്മാരുടെയും പ്രാർത്ഥനകൾ അല്ലാഹു തആല എടുത്തു കൊടുക്കുന്നുണ്ട്. ഇവിടെയെല്ലാം അവർ അവരുടെ ആവശ്യം അല്ലാഹുവിന്റെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അവരുടെ പ്രയാസങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. ഞാൻ അല്ലാഹുവിലേക്ക് ആവശ്യക്കാരനാണ്, അല്ലാഹുവേ ഞാൻ ഫഖീറാണ് എന്നുള്ള കാര്യം അല്ലാഹുവിന്റെ മുമ്പിൽ പറയുന്നത് കാണാൻ സാധിക്കും. പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിച്ചാൽ മഹാനായ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം വളരെയധികം പ്രയാസങ്ങൾ സഹിച്ച പ്രവാചകനാണ്. ഒരുപാട് വർഷക്കാലം രോഗം ബാധിച്ചുകൊണ്ട് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ മഹാനായ പ്രവാചകൻ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ പ്രാർത്ഥന സൂറത്തുൽ അംബിയായിലെ 83-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് കാണാൻ സാധിക്കും. വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനി അദ്ദുറു വഅൻത അർഹമുർ റഹീമീൻ. അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് പറയുകയാണ്, അദ്ദേഹം തന്റെ രക്ഷിതാവിനോട് പ്രാർത്ഥിച്ച സന്ദർഭം അദ്ദേഹം എന്താണ് പ്രാർത്ഥിച്ചത്? അന്നി മസ്സനി അദ്ദുറു, റബ്ബേ എനിക്ക് പ്രയാസം ബാധിച്ചിട്ടുണ്ട്, ബുദ്ധിമുട്ട് ബാധിച്ചിട്ടുണ്ട്. വഅൻത അർഹമുർ റഹീമീൻ, നീയാണല്ലോ റഹ്മത്ത് കാണിക്കുന്നതിൽ ഏറ്റവും റഹ്മത്ത് കാണിക്കുന്നവൻ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പറയുകയാണ്. എനിക്ക് പ്രശ്നങ്ങൾ ബാധിച്ചിട്ടുണ്ട്, എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റുപറയുകയാണ്. അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന് പ്രയാസം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം അള്ളാഹ്ക്കറിയാം. പക്ഷേ പ്രാർത്ഥിക്കുന്നവരിൽ എനിക്കുണ്ടായ പ്രയാസം, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നവൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, പ്രയാസമുണ്ടായിട്ടുണ്ട് എന്നുള്ളത് അള്ളാഹുവിന്റെ മുമ്പിൽ എടുത്തു പറയുകയാണ്. അതാണ് ഇൽഹാറു അദ്ദാഇ അശ്ശക്വ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് നമ്മുടെ പരാതി വെളിവാക്കുക എന്നുള്ളതാണ്. നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ എന്താണോ ബാധിച്ചിട്ടുള്ളത് പറയുക എന്നുള്ളത് പ്രാർത്ഥനയുടെ മര്യാദയാണ്. സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന കാണാൻ സാധിക്കും. റബ്ബി ലാ തദർനി ഫർദ, റബ്ബേ എന്നെ മക്കളില്ലാതെ നീ വിട്ടേച്ചു പോകരുത്, ഒറ്റയ്ക്ക് എന്നെ വിട്ടേച്ചു പോകരുത്. വഅൻത ഖൈറുൽ വാരിസീൻ, വാരിസുകൾ അനന്തരാവകാശികൾ നൽകുന്നവരിൽ ഉത്തമനാണ് താങ്കൾ, നീ എന്ന് അള്ളാഹുവിനോട് പറയാണ്. ഇവിടെ അള്ളാഹുവിലേക്ക് ഞാൻ ആവശ്യക്കാരനാണ് എന്നുള്ള കാര്യം വെളിവാക്കുകയാണ്. എന്നെ ഒറ്റയ്ക്ക് വിട്ടേച്ചു പോകരുത്, ഞാൻ ഒറ്റയാണ്, എനിക്ക് മക്കളില്ല എന്നുള്ള കാര്യം
അള്ളാഹുവിനോട് പറയണം ആദ്യം. എനിക്ക് മക്കളെ നൽകണം, എനിക്ക് വാരിസിനെ നൽകണം എന്നുള്ള പരാതി അവിടെ പറയുകയാണ്. ഞാൻ നിന്നിലേക്ക് ആവശ്യക്കാരനാണ്, മക്കളെ നൽകാൻ കഴിവുള്ളവൻ നീ മാത്രമാണ് എന്ന നിലയ്ക്ക് ഇവിടെ അവതരിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് കാണാൻ സാധിക്കും. അദ്ദേഹം പറയാണ്, ഇന്നമ അശ്കൂ ബസ്തി വഹുസ്നി ഇലല്ലാഹ്, ഞാൻ എന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ആവലാദികൾ അള്ളാഹുവിലേക്കാണ് അർപ്പിക്കുന്നത്. എന്റെ ബുദ്ധിമുട്ടും എന്റെ പ്രയാസവും എന്റെ സങ്കടവും ഞാൻ അള്ളാഹുവിലേക്ക് മാത്രമാണ് ശികായത്ത് പറയുന്നത്, പരാതി ബോധിപ്പിക്കുന്നത് എന്നാണ്. അപ്പൊ ദുഃഖവും സങ്കടവും അള്ളാഹുവിനോടാണ് പറയുന്നത്. അപ്പൊ ദുഃഖവും നമ്മൾക്കുണ്ടായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പറയുക എന്നുള്ളത് പ്രാർത്ഥനയിലെ ഒരു മര്യാദ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോ നമ്മൾക്ക് എന്ത് പ്രയാസം ഉണ്ടെങ്കിലും അത് അള്ളാഹിനോട് പറയാം. എനിക്ക് ഇന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും നമ്മളെ സുഹൃത്തുക്കളോടും നമ്മുടെ കുടുംബക്കാരോടൊക്കെ നമ്മുടെ പ്രയാസങ്ങൾ പറയും, നമ്മൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ അവരോട് പറയും. പക്ഷെ അള്ളാഹുവിനോട് മാത്രം പറയൂല. നമ്മൾക്കുണ്ടായ പ്രയാസങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിലാണ് പറയേണ്ടത്. നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾക്കുണ്ടായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പൂർണ്ണമായി മനസ്സ് തുറന്ന് അള്ളാഹുവിനോട് പറയണം. അത് പ്രാർത്ഥനയിലെ മര്യാദയാണ്. ഉലമാക്കൾ ഈ ആയത്തുകൾ വെച്ചുകൊണ്ട് അത് പ്രാർത്ഥനയുടെ അദബായി പഠിപ്പിച്ചത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ 15ാമത്തെ ഒരു കാര്യം, പ്രാർത്ഥിക്കുമ്പോ ശ്രദ്ധിക്കേണ്ട ഒരു അദബാണ്. നിർബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ പറയുന്നതൊക്കെ അദബുകളിൽപ്പെട്ട കാര്യങ്ങളാണ്. മര്യാദ പ്രാർത്ഥിക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ വെച്ച് ഉലമാക്കൾ ജംഅ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളാണ് പറയുന്നത്. ഇതൊക്കെ നമ്മൾ പരമാവധി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. 15ാമത്തെ കാര്യം, പ്രാർത്ഥിക്കുന്നവൻ സ്വന്തത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം സ്വന്തത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനിരിക്കുമ്പോ ആദ്യം നമ്മളുടെ കാര്യം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അള്ളാഹുവിനോട് തേടുക. ആദ്യം അള്ളാഹുവിനോട് പറയേണ്ടത് നമ്മളെ കാര്യങ്ങളാണ്. അത് സുന്നത്തായ കാര്യമാണ്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ആദ്യം നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതും അതബിൽപ്പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയാൻ, കാന ഇദാ ദക്കറ അഹദൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരെങ്കിലും സംബന്ധിച്ച് പറഞ്ഞാൽ ഫദഅ ലഹു, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ഫബദഅ ബിനഫ്സിഹി, ആദ്യം സ്വന്തത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്യാറുണ്ട് എന്നുള്ളത് ഇമാം തുർമുദി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും പ്രാർത്ഥനകൾ. വിശുദ്ധ ഖുർആനിലെ പ്രാർത്ഥനകൾ എടുത്ത് പരിശോധിച്ചാൽ റബ്ബന ഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂന ബിൽ ഈമാൻ, സൂറത്തുൽ ഹശ്റിലെ 10ാമത്തെ വചനമാണ്. ഇവിടെ റബ്ബന ഗ്ഫിർ ലനാ, റബ്ബേ ഞങ്ങൾക്ക് പുറത്തു തരണം, വലി ഇഖ്വാനിന അല്ലദീന സബഖൂന ബിൽ ഈമാൻ, ഈമാനിൽ മുൻകടന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് പുറത്തു കൊടുക്കണം. ആദ്യം നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഞങ്ങൾക്ക് പുറത്തു തരണം. അതുപോലെ തന്നെ പിന്നെ പറഞ്ഞു വലി ഇഖ്വാനിന അല്ലദീന സബഖൂന ബിൽ ഈമാൻ, ഈമാനിൽ മുൻകടന്നിട്ടില്ല ഞങ്ങളുടെ സത്യവിശ്വാസികൾക്കും പുറത്തു കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ വെച്ചുകൊണ്ട് ഉലമാക്കൾ പറഞ്ഞു ആദ്യം പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾക്ക് വേണ്ടി ആദ്യം പ്രാർത്ഥിക്കുക, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് അതിനുശേഷം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നിർബന്ധമായിട്ടുള്ള കാര്യമല്ല. നമ്മൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഉദ്ദേശിച്ചാൽ എല്ലാ സമയത്തും അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ റസൂലിന് വേണ്ടി പ്രാർത്ഥിക്കാതെ അവർക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ച സന്ദർഭവും ഉണ്ട്. എന്നാൽ പ്രാർത്ഥനയുടെ പൊതുവായ ഒരു മര്യാദയാണ് നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോ നമ്മുടെ വിഷയങ്ങൾ പറയാനുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ കാര്യങ്ങൾ പറയാം, നമ്മുടെ ബുദ്ധിമുട്ടുകളും നമ്മുടെ ദുനിയവിയായ വിഷയങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഉഖറവിയായ വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നീട് നമ്മുടെ കുടുംബക്കാർക്ക് വേണ്ടിയും നമ്മുടെ ബന്ധുക്കൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുക. ആദ്യം നമ്മളുടെ കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളത് പ്രാർത്ഥനയുടെ അദബിൽപ്പെട്ടതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ 16ാമത്തെ കാര്യം, സത്യവിശ്വാസികളായ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ശ്രേഷ്ഠതകൾ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആയാത്തുകൾ കാണാൻ സാധിക്കും. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതിന് വല്ലാത്ത ശ്രേഷ്ഠത ഉണ്ട്. ഒരാളുടെ അസാന്നിധ്യത്തിൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത്? മൻ ദഅ ലി അഖീഹി ബിളഹ്രിൽ ഗൈബ്, ആരെങ്കിലും തന്റെ സഹോദരന് വേണ്ടി അയാൾ ഇല്ലാത്ത സമയത്ത് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഖാലൽ മലകുൽ മുഅക്കലു ബിഹി, അതിനുവേണ്ടി ഏൽപ്പിക്കപ്പെട്ട മലക്ക് പറയും ആമീൻ വലക ബിമിഥിൽ,
ആമീൻ എന്ന് മലക്ക് പറയും. എന്നിട്ട് അതുപോലത്തെ നീ ചോദിച്ച കാര്യം അദ്ദേഹത്തിന് വേണ്ടി, തന്റെ സുഹൃത്തിന് വേണ്ടി എന്താണോ ചോദിച്ചത് അതുപോലത്തെ നിനക്കുമുണ്ട് എന്നുള്ളത് മലക്ക് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ എന്റെ സുഹൃത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മലക്ക് ആമീൻ എന്ന് പറയും. മാത്രമല്ല വലക ബിമിസിൽ, അതുപോലത്തെ നിനക്കുമുണ്ട് എന്നുള്ളത് മലക്ക് നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്നുള്ളതാണ്. ഈ ഹദീസിൽ ഒരുപാട് ഫായിദകളുണ്ട്. നമ്മൾ നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് മലായിക്കത്തുകളുടെ പ്രാർത്ഥന ലഭിക്കാൻ കാരണമാകും എന്നതിന് പുറമെ അസൂയയെ നീക്കം ചെയ്യാൻ, നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന വല്ലാത്തൊരു അസുഖമാണ് അസൂയ. ആ അസൂയയെ നീക്കം ചെയ്യാനുള്ള ഒരു മാർഗമായി ഈ ഹദീസ് വെച്ചുകൊണ്ട് ഉലമാക്കൾ പറഞ്ഞത് കാണാൻ സാധിക്കും. നമ്മൾ നമ്മുടെ മനസ്സിൽ ഒരാളോട് അസൂയ ഉണ്ടെങ്കിൽ ആ അസൂയ നീക്കം ചെയ്യാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നാണ്. അപ്പൊ സ്നേഹം കൂടും. പരസ്പരം സത്യവിശ്വാസികൾ അവരുടെ സാഹോദര്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. നമ്മളൊക്കെ പരസ്പരം സഹോദരങ്ങളാണ്. സത്യവിശ്വാസികൾ എന്ന നിലയ്ക്ക് നമ്മളെല്ലാവരും പരസ്പരം സഹോദരങ്ങളാണ്. ആ സഹോദരങ്ങൾ എന്ന നിലയ്ക്ക് നമ്മുടെ സ്നേഹബന്ധം ഊട്ടിയുറപ്പിക്കാൻ, അതിന് ശക്തി കൂട്ടാൻ ഉള്ള ഒരു പ്രധാനപ്പെട്ട മാർഗമാണ് പരസ്പരം പ്രാർത്ഥിക്കുക. നമ്മൾ നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അല്ലാഹു തആല സൂറത്തു മുഹമ്മദിലെ 19-ാമത്തെ വചനത്തിൽ പറഞ്ഞു, വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. നീ നിന്റെ പാപത്തിന് വേണ്ടി അള്ളാഹുവിനോട്, പാപമോചനത്തിനു വേണ്ടി അള്ളാഹുവിനോട് തേടുക. മാത്രമല്ല വലിൽ മുഅ്മിനീൻ വലിൽ മുഅ്മിനാത്ത്, സത്യവിശ്വാസികൾക്ക് വേണ്ടി നീ ഇസ്തിഗ്ഫാർ നടത്തുക. സത്യവിശ്വാസിനികൾക്ക് വേണ്ടി നീ ഇസ്തിഗ്ഫാർ നടത്തുക. നിന്റെ പാപത്തിനും നീ ഇസ്തിഗ്ഫാർ നടത്തുക. അതിന് പുറമെ അല്ലാഹു തആല പറഞ്ഞു സത്യവിശ്വാസികൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തണം, സത്യവിശ്വാസിനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഇസ്തിഗ്ഫാർ നടത്തണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന സൂറത്തു നൂഹിൽ കാണാൻ സാധിക്കും. റബ്ബിഗ്ഫിർലി, റബ്ബേ എനിക്ക് പുറത്തു തരണം. വലി വാലിദയ്യ, എന്റെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണം. വലിമൻ ദഖല ബൈതിയ മുഅ്മിനൻ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ഈ പ്രാർത്ഥനയിൽ സത്യവിശ്വാസികളെയും സത്യവിശ്വാസിനികളെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പ്രാർത്ഥി. എനിക്ക് വേണ്ടി അദ്ദേഹം സ്വന്തത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, അതുപോലെ തന്നെ തന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അതുപോലെ തന്നെ സത്യവിശ്വാസികൾക്ക് വേണ്ടിയൊക്കെ ഇസ്തിഗ്ഫാർ തേടുകയാണ്. അപ്പൊ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതും നമ്മൾ പ്രാർത്ഥനയിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് എന്ത് ചെയ്യരുത്, പ്രാർത്ഥന അവസാനിപ്പിക്കരുത്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇതിന്റെ ശ്രേഷ്ഠത പറഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസിന് പുറമെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തിയാൽ അതിന്റെ ശ്രേഷ്ഠത എന്താണ് റസൂലുള്ളാഹി പറയാണ്, മനിസ്തഗ്ഫറ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, ആരെങ്കിലും സത്യവിശ്വാസികൾക്ക് വേണ്ടി അല്ലെങ്കിൽ സത്യവിശ്വാസിനികൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തി, അള്ളാഹുവിനോട് പാപമോചനത്തിന് വേണ്ടി തേടി, അങ്ങനെ ആരെങ്കിലും തേടിയാൽ കുതിബ ലഹു ബികുല്ലി മുഅ്മിനിൻ വ മുഅ്മിനത്തിൻ ഹസന, ആ പ്രാർത്ഥിച്ചവന് ഇസ്തിഗ്ഫാർ നടത്തിയവന് എത്ര സത്യവിശ്വാസികൾ ഇവിടെ ഉണ്ടോ ആ സത്യവിശ്വാസികളെ കൊണ്ടൊക്കെ ഓരോ പുണ്യം രേഖപ്പെടുത്തുമെന്നാണ്. ഇതിനെ ശർഹ് ചെയ്തുകൊണ്ട് കാണാൻ സാധിക്കും, ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഏറ്റവും അവസാനം അല്ലാഹു തആല സൃഷ്ടിക്കുന്ന മനുഷ്യനുണ്ടോ അവരൊക്കെ ആ കൂട്ടത്തിലുള്ള സത്യവിശ്വാസികളൊക്കെ ഓരോ എണ്ണമായി കൂട്ടും. ആ എണ്ണത്തിനനുസരിച്ച് ഓരോ സത്യവിശ്വാസികളെ കൊണ്ടും, സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ വ്യാപകമായ അർത്ഥത്തിലാണല്ലോ, അപ്പോ അവരെ കൊണ്ടൊക്കെ ഓരോ പുണ്യങ്ങൾ അവന് രേഖപ്പെടുത്തപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. കുതിബ ലഹു ബികുല്ലി മുഅ്മിനിൻ വ മുഅ്മിനത്തിൻ ഹസന. അപ്പൊ സത്യവിശ്വാസികൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തിയാൽ ശ്രേഷ്ഠത റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ നമ്മൾക്ക് ദീൻ പഠിപ്പിച്ചു തരുന്ന ഉലമാക്കൾക്ക് വേണ്ടി, നമ്മുടെ പണ്ഡിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് വല്ലാത്ത സേവനം ചെയ്യുന്ന നമ്മുടെ നാട്ടിലുള്ള, അതുപോലെ തന്നെ വിദേശത്തൊക്കെ ഉള്ള ഒരുപാട് ധാരാളക്കണക്കിന് പണ്ഡിതന്മാർ, മരണമടഞ്ഞു പോയ ഒരുപാട് ഉലമാക്കൾ, നമ്മൾക്ക് ദീനെത്തിച്ച് നമ്മളുടെ യഥാർത്ഥ ഹക്ക് നമ്മൾക്ക് പഠിക്കാൻ ഒരുപാട് സഹായം ചെയ്തിട്ടുള്ള മഹാന്മാരായ ഉലമാക്കൾ, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ നല്ല സ്വാലിഹുകളായ ആളുകൾക്കും ഒക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ മുസ്ലിം ഭരണാധികാരികൾക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ നമ്മുടെ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദുർബലന്മാരായ, പീഡിതന്മാരായ ഒരുപാട് ആളുകളുണ്ട്, അവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. അതാണ് 16-ാമത്തെ കാര്യം. ഇനി 17-ാമത്തെ ഒരു കാര്യം, അൽ ബുകാഉ ഹാലദ് ദുആ, പ്രാർത്ഥിക്കുമ്പോ കരയുക എന്നുള്ളതാണ്, കരഞ്ഞ് പ്രാർത്ഥിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംഭവം അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാൻ സാധിക്കും.
ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉമ്മത്തിനെ ആലോചിച്ചുകൊണ്ട്, തന്റെ ഉമ്മത്തിന്റെ അവസ്ഥ ആലോചിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന സംഭവം ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഉമ്മതി ഉമ്മതി, അല്ലാഹു തആലയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അല്ലാഹുമ്മ ഉമ്മതി ഉമ്മതി, അല്ലാഹുവേ എന്റെ ഉമ്മത്തി എന്റെ ഉമ്മത്തി എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രാർത്ഥിച്ചുകൊണ്ട് കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കണം. ആ സമയത്ത് റസൂലുള്ളാഹി വബക, അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പൊട്ടിക്കരഞ്ഞു എന്നാണ്. അപ്പൊ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുമ്പോ കരഞ്ഞു പ്രാർത്ഥിക്കുക എന്നുള്ളതും, നമ്മുടെ പ്രയാസങ്ങൾ പറയുമ്പോൾ, നമ്മുടെ കുറ്റങ്ങൾ ഏറ്റു പറയുമ്പോ മനസ്സ് തട്ടി കരഞ്ഞു പ്രാർത്ഥിക്കുക എന്നുള്ളത് പ്രാർത്ഥനയുടെ മര്യാദയിൽപ്പെട്ടതാണ്, അതിന്റെ അദബിൽപ്പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പ്രാർത്ഥിച്ചപ്പോ കരഞ്ഞതിന് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ 18ാമത്തെ ഒരു കാര്യം റഫ്ഉൽ ഐദി ഫി ദുആ, പ്രാർത്ഥനയിൽ കൈകൾ ഉയർത്തുക എന്നുള്ളതാണ്. കൈ ഉയർത്തി പ്രാർത്ഥിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തത് കാണാൻ സാധിക്കും. അബൂ മൂസ അൽ-അശ്അരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ദഅ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ثم رفع يديه ورأيت بياض إبطيه. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംഭവം ഉദ്ധരിച്ചുകൊണ്ട് പറയാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു. റസൂലിന്റെ കക്ഷത്തിന്റെ ആ വെള്ള ഭാഗം ഞാൻ കാണുമാറ് ആ രൂപത്തിൽ കൈകൾ ഉയർത്തിക്കൊണ്ട് റസൂലുള്ള പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് അബൂ മൂസ അൽ-അശ്അരി റളിയല്ലാഹു അൻഹു പറയാം. അതുപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, ഖാലിദ് ഇബ്നു വലീദിന്റെ സംഭവത്തിൽ ഖാലിദ് ഇബ്നു വലീദിനോട് ബറാഅത്ത് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള അദ്ദേഹം ചെയ്ത പ്രവർത്തനത്തിൽ അല്ലാഹുവിനോട് ഞാൻ നിരപരാധിയാണെന്നുള്ള കാര്യം ബോധിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദൈഹി വഖാൽ അല്ലാഹുമ്മ ഇന്നി അബ്റഉ ഇലൈക മിമ്മാ ഫഅല ഖാലിദ് എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ഉയർത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചപ്പോൾ പലപ്പോഴായി കൈ ഉയർത്തിയതായി ഹദീസിൽ കാണാൻ സാധിക്കും. മാത്രമല്ല അതിന്റെ ശ്രേഷ്ഠതയെ സംബന്ധിച്ചും റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. റസൂലുള്ള പറഞ്ഞു, ഇന്ന റബ്ബക്കും തബാറക വതആല ഹയ്യുൻ കരീമുൻ, നിശ്ചയമായും അല്ലാഹു തആല നിങ്ങളുടെ രക്ഷിതാവ് ഹയ്യാണ്, ലജ്ജിക്കുന്നവനാണ്, കരീമുൻ മാന്യനാണ്, യസ്തഹ്യി മിൻ അബ്ദിഹി ഇദാ റഫഅ യദൈഹി ഇലൈഹി അൻ യറുദ്ദഹുമാ സിഫ്റൻ ഖായിബതൈൻ. അല്ലാഹു തആല എന്ന് പറഞ്ഞാൽ ഒരടിമ തന്റെ രക്ഷിതാവിലേക്ക് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചാൽ ആ ഉയർത്തിയ കൈയിനെ സിഫ്രൻ ഖാലിയായിക്കൊണ്ട്, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ, ശൂന്യമായ അവസ്ഥയിൽ അതിനെ തിരിച്ചുവിടുക എന്നുള്ളത്, അതിനെ അള്ളാഹു ലജ്ജിക്കുന്നു ആ ഒരു കാര്യത്തിന്. ഇപ്പൊ കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ച ആ കൈകൾക്കൊന്നും തിരിച്ചു കൊടുക്കാതെ, കാലിയാക്കി ഒന്നും നൽകാതെ ശൂന്യമായി ഇതിനെ തിരിച്ചുവിടുക എന്നുള്ളത് അള്ളാഹു തആല ലജ്ജിക്കുന്നുണ്ട് എന്ന് അബൂ ദാവൂദ് റിവായത്ത് ചെയ്യുന്ന ഹദീസ് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത് കാണാൻ സാധിക്കും. അപ്പോ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുക എന്നുള്ളത് പ്രാർത്ഥനയുടെ പൊതുവായ മര്യാദയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേക കാര്യമുണ്ട്. എപ്പോഴാണ് കൈ ഉയർത്തേണ്ടത്? വറഫ്ഉൽ യദൈനി ഇന്നമാ യകൂനു ഫി ദുആഇൽ ആം. ഉലമാക്കൾ പറയാണ്, എപ്പോൾ നമ്മൾ കൈ ഉയർത്തേണ്ടത്? പൊതുവായ പ്രാർത്ഥനകളിലാണ്. പൊതുവായ പ്രാർത്ഥനകളിലാണ് കൈ ഉയർത്തേണ്ടത്. മാത്രമല്ല വമാ വറദ ദലീലു അലാ മശ്റൂഇയ്യതി റഫ്ഇൽ യദൈനി ഫീഹി, അതുപോലെ തന്നെ പ്രത്യേകം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ഉയർത്തി എന്ന് പറഞ്ഞിട്ടുള്ള ചില സന്ദർഭങ്ങൾ വന്നിട്ടുണ്ട്. പൊതുവായ പ്രാർത്ഥനകളിൽ നമുക്ക് എന്ത് ചെയ്യാം? കൈ ഉയർത്തി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ കൈ ഉയർത്തി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തെളിവ് വന്നിട്ടുള്ള കൃത്യമായ ഹദീസിൽ വന്നിട്ടുള്ള സമയത്തും അത്തരം സന്ദർഭങ്ങളിലും കൈ ഉയർത്താം. ഏതുപോലെ കറഫ്ഇൽ യദൈനി ഫി ദുആഇ ഇൻദ സഫ വൽ മർവ, സഫ മർവയുടെ അടുത്തുകൊണ്ട് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ കൈ ഉയർത്തി എന്നുള്ള തെളിവുണ്ട്. ആ നിലയ്ക്ക് എന്ത് ചെയ്യുക? അവിടെ കൈ ഉയർത്തി പ്രാർത്ഥിക്കാം. വഫിൽ ഇസ്തിസ്ഖാഇ യൗമൽ ജുമുഅ വനഹ്വി ദാലിക്, അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസത്തിൽ ഇസ്തിസ്ഖാ, മഴയ്ക്ക് വേണ്ടി തേടിയ സന്ദർഭത്തിലും റസൂലുള്ളാഹി കൈ ഉയർത്തി പ്രാർത്ഥിച്ചതൊക്കെ തെളിവ് വന്ന വിഷയമാണ്. അതുപോലെ തെളിവ് വന്ന വിഷയങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ഉയർത്തി പ്രാർത്ഥിച്ചു എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുള്ള കാര്യം, അവിടെയും കൈ ഉയർത്തി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ പൊതുവായ പ്രാർത്ഥനകളിലും നമ്മൾക്ക് എന്താണ്, നമുക്ക് ഒരു പ്രത്യേക സമയമല്ലാതെ ഏതെങ്കിലും സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പൊതുവായ പ്രാർത്ഥനകളിലും കൈ ഉയർത്താം. എന്നാൽ ചില പ്രാർത്ഥനകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരമായി ചെയ്തതാണ്. പക്ഷെ അവിടെ ഒന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ ചര്യകളും വളരെ കൃത്യമായി സ്വഹാബത്ത് റിപ്പോർട്ട് ചെയ്തപ്പോ
കൈ ഉയർത്തിയതിന് തെളിവ് പറഞ്ഞിട്ടുണ്ടാവില്ല. ഉദാഹരണത്തിന് നമസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെയാണ് നമസ്കാരത്തിന് ശേഷം ചെയ്തത് എന്നത് വളരെ കൃത്യമായി ഹദീസുകളിൽ വന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പ്രാർത്ഥിച്ചിട്ടുള്ള പ്രാർത്ഥനകളും അതുപോലെ തന്നെ ദിക്റുകളും വളരെ കൃത്യമായി വന്നതാണ്. പക്ഷെ അവിടെ ഒരിക്കൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ഉയർത്തി പ്രാർത്ഥിച്ചതായി കാണാൻ സാധിക്കൂല. അതുപോലെ തന്നെ നമ്മൾ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോ, വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ, പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ അവിടെയൊക്കെ പ്രാർത്ഥനകൾ പറഞ്ഞിട്ടുണ്ട്. അവിടെയൊന്നും റസൂലുള്ള കൈ ഉയർത്തി പ്രാർത്ഥിച്ചിട്ടില്ല. അതിലൊക്കെ ബാത്റൂമിലേക്ക് പ്രവേശിക്കുമ്പോ, ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ, അങ്ങനെ പല സന്ദർഭത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ ഒന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ഉയർത്തി എന്നുള്ളത് വന്നിട്ടില്ല. അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഒഴിവാക്കുകയാണ് വേണ്ടത്. അല്ലാത്ത പൊതുവായ പ്രാർത്ഥനകളിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം? ആ കൈ ഉയർത്തുക. പൊതുവായ ഒരു കൽപ്പന ഉണ്ട് എന്ന നിലക്ക് റസൂൽ അല്ലാഹു തആല ലജ്ജിക്കുന്നു എന്ന നിലക്ക് പൊതുവായ പ്രാർത്ഥനകളിലും അതുപോലെ തന്നെ പ്രത്യേകം തെളിവ് വന്ന സന്ദർഭങ്ങളിലും കൈ ഉയർത്തി പ്രാർത്ഥിക്കാം എന്നുള്ളതാണ് ഏറ്റവും സൂക്ഷ്മമായ നിലപാട്. വല്ലാഹു അഅലം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രാർത്ഥനയിലെ ചില മര്യാദകളെ സംബന്ധിച്ചാണ് നമ്മൾ വിശദീകരിച്ചു വന്നത്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രാർത്ഥിക്കുമ്പോൾ പതുക്കെ പ്രാർത്ഥിക്കുക. ഖഫ്ദു സൗതി വൽ ഇസ്റാറു ബിദ്ദുആ. പ്രാർത്ഥിക്കുമ്പോൾ ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നത് പ്രോത്സാഹിപ്പിക്കപ്പെട്ട വിഷയമല്ല. അത് ശബ്ദം താഴ്ത്തി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അല്ലാഹു തആല സൂറത്തുൽ അഅറാഫിലെ 55-ാമത്തെ വചനത്തിൽ പറഞ്ഞു, ഉദ്ഉ റബ്ബക്കും തദർറുഅൻ വഖുഫിയ ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കുക. തദർറുഅൻ, താഴ്മയോടുകൂടി വിനയത്തോടുകൂടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. വഖുഫിയ, രഹസ്യമായി കൊണ്ടും ശബ്ദമുയർത്താതെ. ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, അല്ലാഹു തആല അതിര് കവിയുന്നവരെ ഇഷ്ടപ്പെടുകയില്ല എന്ന് സൂറത്തുൽ അഅറാഫിൽ അല്ലാഹു തആല പറഞ്ഞു. അപ്പൊ പതുക്കെ രഹസ്യമായി പ്രാർത്ഥിക്കുക, ശബ്ദമുയർത്താതെ പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മൾ പ്രത്യേകം എന്ത് ചെയ്യണം? ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ്, കുന്നാ മഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇങ്ങനെ ഇരിക്കുകയാണ്, റസൂലിന്റെ കൂടെയായിരുന്നു. ഫജഅല അന്നാസു യജ്ഹറൂന ഫി തക്ബീർ. അവര് തക്ബീർ ഇങ്ങനെ ഉറക്കെ ചെല്ലുന്നത് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യുഹന്നാസ് ഇർബഉ അലാ അൻഫുസികും. ജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ ശബ്ദം താഴ്ത്തണം, നിങ്ങൾ നിങ്ങളുടെ ശബ്ദം പതുക്കെയാക്കണം. ഇന്നകും ലാ തദ്ഉന അസമ്മ വലാ ഗായിബ. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ചെവി കേൾക്കാത്തവനോടല്ല, ബധിരനായ വ്യക്തിയോടല്ല നിങ്ങൾ ദുആ ചെയ്യുന്നത്. വലാ ഗായിബ, നമ്മുടെ കാര്യങ്ങളൊന്നും അറിയാത്ത, നമ്മളിൽ നിന്ന് മറഞ്ഞൊരാളിൽ നിന്ന് ആളോടല്ല, നമ്മുടെ കാര്യങ്ങളൊന്നും അറിയാത്ത നമ്മളിൽ നിന്ന് അകന്നവനോടല്ല നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അതുപോലെ തന്നെ ചെവിട് പൊട്ടനോടല്ല നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അല്ലാഹുവിനോട് നമ്മൾ പതുക്കെ പ്രാർത്ഥിച്ചാലും അത് കേൾക്കും. ഇന്നകും തദ്ഉന സമീഅൻ ഖരീബൻ വഹുവ മഅകും. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എല്ലാം കേൾക്കുന്ന, നിങ്ങളുടെ അടുത്തുള്ള, നിങ്ങളുടെ കൂടെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കൂടെ, നിങ്ങളെ കൃത്യമായി അറിയുന്ന അവനോടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. എല്ലാം കേൾക്കുന്ന ഒരാളോടാണ് നിങ്ങൾ ദുആ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉറക്കെ പ്രാർത്ഥിക്കേണ്ടതില്ല, ശബ്ദം ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ടതില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ പതുക്കെ പ്രാർത്ഥിക്കുന്നതിന് ധാരാളം ഫായിദകളുണ്ട് എന്നുള്ളത് ശൈഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് വിശദീകരിച്ചത് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് പതുക്കെ ശബ്ദം ഉയർത്താതെ പ്രാർത്ഥിക്കുന്നതിലുള്ള ചില ഫായിദകൾ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് വിശദീകരിച്ചത് കാണാൻ സാധിക്കും. എന്താണ് അതിന്റെ മെച്ചം, അതിന്റെ ഫായിദകൾ എന്താണ്? പതുക്കെ ശബ്ദം ഉയർത്താതെ പ്രാർത്ഥിക്കുന്നതിനുള്ള ചില ഫായിദകൾ. അന്നഹു അഅളമു ഈമാന, ആ പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് നല്ല ഈമാനുണ്ട് എന്നുള്ളത് അറിയിക്കുന്നുണ്ട്. അതാണ് ഈമാനിന്റെ ഏറ്റവും മഹത്തരമായ, ഈമാൻ മികച്ചു നിൽക്കുന്നത് അതിലാണ്. കാരണം പതുക്കെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അന്ന സാഹിബഹു യഅലമു അന്ന അല്ലാഹ യസ്മഉ ദുആഹു അൽ ഖഫി. പതുക്കെ പ്രാർത്ഥിക്കുന്നവൻ യഥാർത്ഥത്തിൽ എന്താണ്? അവന് ഉറച്ച വിശ്വാസമാണ്, ഞാൻ പതുക്കെ പ്രാർത്ഥിച്ചാലും അത് കേൾക്കും, ഞാൻ പതുക്കെ പ്രാർത്ഥിച്ചാലും എന്റെ പതുക്കെയുള്ള സംസാരങ്ങൾ പോലും അല്ലാഹു തആല കേൾക്കുന്നുണ്ട് എന്നുള്ള വിശ്വാസം അവരിലുണ്ട്. അപ്പോ ആ വിശ്വാസം യഥാർത്ഥത്തിൽ
മഹത്തരമായ ഒരു കാര്യമാണ്. ഞാൻ പതുക്കെ പറഞ്ഞാൽ അള്ളാഹ് കേൾക്കും എന്നുള്ള വിശ്വാസം, അതാണ് ഒരു ഫായിദ. അതുപോലെ തന്നെ അന്നഹു അഅ്ളമു ഫിൽ അദബി വത്തഅലീം, പതുക്കെ അള്ളാഹുവിനോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതാണ് ഏറ്റവും അദബ്, ഏറ്റവും മര്യാദയും ബഹുമാനത്തിന്റെയും ഒരു അടയാളം, അല്ലെങ്കിൽ ആ നിലക്ക് മഹത്തരമായിട്ടുള്ള കാര്യമാണ് എന്ത്? അദബിലും തഅലീമിലും ആദരവിലും അതുപോലെ തന്നെ മര്യാദയിലൊക്കെ ഉള്ള കാര്യം പതുക്കെ സംസാരിക്കുക എന്നുള്ളത്. ഏതുപോലെ ഒരു രാജാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട നമ്മുടെ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ തന്നെ ഒരു വലിയ ആളോട് സംസാരിക്കുമ്പോൾ ഉറക്കെ സംസാരിക്കുക എന്നുള്ളത് അവർക്ക് യോജിച്ച കാര്യമല്ല. ഇപ്പൊ ഒരു രാജാവിന്റെ മുമ്പിൽ, ഒരു ഭരണാധികാരിയുടെ മുമ്പിൽ ഒരിക്കലും ഒരു പ്രജ, ഒരു ഭരണീയൻ ഒരിക്കലും ഉറക്കെ ഉച്ചത്തിൽ സംസാരിക്കില്ല. അത് അദബ് കേടാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയാണ്, അല്ലാഹു തആല എന്ന് പറഞ്ഞാൽ നമ്മൾ അല്ലാഹുവിനോടാണ് തേടുന്നത്. ഏറ്റവും ബഹുമാനിക്കേണ്ട, ആദരിക്കേണ്ട അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ അദബും തഅലീമും കാത്തു സൂക്ഷിക്കാൻ ഈ പതുക്കെ പ്രാർത്ഥിക്കുന്നതിൽ അങ്ങനെ ഒരു ഫായിദ ഉണ്ട് എന്നുള്ളത് വിശദീകരിക്കുന്നു. അതുപോലെ അന്നഹു അബ്ലഉ ഫി തളർറുഇ വൽ ഖുശൂ', അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയിൽ ഇങ്ങനെ പതുക്കെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഭയഭക്തിയോടുകൂടി അല്ലെങ്കിൽ ഏറ്റവും വിനയത്തോടുകൂടി പ്രാർത്ഥിക്കാൻ ഏറ്റവും യോജിച്ചത്. അത് പതുക്കെയാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ അത് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അന്നഹു അബ്ലഗു ഫിൽ ഇഖ്ലാസ്, ഇഖ്ലാസിൽ അങ്ങേയറ്റമാകുന്നത്, ഇഖ്ലാസിനെ കാത്തു സൂക്ഷിക്കാനും അത് യഥാർത്ഥത്തിൽ പതുക്കെ ഉള്ള പ്രാർത്ഥനയിൽ അതിന് അങ്ങനെ ഒരു ഫായിദ കൂടിയുണ്ട് എന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയാണ്. അതുപോലെ തന്നെ അന്നഹു അബ്ലഗു ഫി ജംഇയ്യത്തിൽ ഖൽബി അലല്ലാഹി ഫി ദുആ, പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയത്തിന്റെ സാന്നിധ്യം ഉറപ്പുവരുത്താൻ, ഹൃദയത്തെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഹൃദയത്തിന്റെ കാര്യങ്ങൾ, ഹൃദയത്തിന് സാന്നിധ്യം ഉറപ്പുവരുത്താൻ അതിനെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് എല്ലാ നിലക്കും ഹൃദയ സാന്നിധ്യത്തോടുകൂടി പ്രാർത്ഥിക്കാൻ ഏറ്റവും യോജിച്ചതും അത് തന്നെയാണ്. ഉറക്കെ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ഹൃദയം തെറ്റിപ്പോകാനും ശ്രദ്ധ തെറ്റിപ്പോകാനൊക്കെ സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം പറയാൻ. അതുപോലെ തന്നെ അന്നഹു ദാലുൻ അലാ ഖുർബി സാഹിബിഹി മിനല്ലാഹ്, അല്ലാഹു തന്നെ തൊട്ടടുത്തുണ്ട്, എല്ലാ കാര്യവും അല്ലാഹു തആല അറിയുന്നുണ്ട് എന്നുള്ളത് ഈ സംഭവം, ഈ കാര്യം അറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പതുക്കെ പ്രാർത്ഥിക്കുക എന്നുള്ളത് അയാൾക്ക് ആ പ്രാർത്ഥന തുടരാൻ, എന്നും അത് ചെയ്യാൻ ഏറ്റവും യോജിച്ചത് അന്നഹു അദ്ആ ലിദവാമി ത്വലബി വസ്സുആൽ, പ്രാർത്ഥന എന്നും തുടരാൻ ഏറ്റവും നല്ലതാണ്. അല്ലെങ്കിൽ ഒരു സമയത്ത് ദീർഘമായി അട്ടഹസിച്ച് പ്രാർത്ഥിച്ചു, വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ട് വിയർത്ത് ആ രൂപത്തിൽ വളരെ ശബ്ദത്തോടുകൂടി പ്രാർത്ഥിച്ച് വളരെ ക്ഷീണിച്ച് അവൻ ആ പ്രാർത്ഥന എന്നുള്ള ഇബാദത്ത് നിർത്തും. വളരെ പതുക്കെ അവൻ ആരോഗ്യത്തിനൊന്നും പ്രശ്നമില്ലാത്ത രൂപത്തിൽ വളരെ നല്ല രൂപത്തിൽ അത് ചെയ്യാൻ അത് ഏറ്റവും നല്ലതാണ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്നതിൽ ഉള്ള മറ്റൊരു മെച്ചെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ശല്യപ്പെടുത്താതിരിക്കാൻ അല്ലെങ്കിൽ ശല്യമില്ലാതിരിക്കാനൊക്കെ യഥാർത്ഥത്തിൽ ഈ കാര്യം ശരിയാകും. അതുപോലെ തന്നെ ശൈഖുൽ ഇസ്ലാം പറയുന്ന മറ്റൊരു കാര്യം, ഈ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഉറക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ ചുറ്റുമുള്ള അസൂയാലുക്കളുടെ അസൂയ ഉണ്ടാകും. അവർക്ക് അസൂയ വെക്കാൻ, നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ കേട്ടിട്ട് അതിന്റെ പേരിൽ അസൂയ വെക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ ഇബാദത്ത് കണ്ടിട്ട് അസൂയ വെക്കാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏറ്റവും നല്ലത് വളരെ പതുക്കെ, ആരും അറിയാത്ത രൂപത്തിൽ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യം അല്ലാഹ് മാത്രം കേൾക്കുന്ന രൂപത്തിലുള്ള അത്രയും ശബ്ദം താഴ്ത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഏറ്റവും അഭികാമ്യം എന്നുള്ളതാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള ഈ പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.